ഓക്കെ സമയം പോവാന്നപ്പാ. ക്വിക്ക് ഇതാര് ബാഗ് ടൈറ്റ് ആക്കി വെച്ചത്? നീയാ? എന്തോന്ന് നീ വ്ളോഗ് ചെയ്യാൻ പോണാ? ബെസ്റ്റ്. ഇങ്ങനെ ജോലി മിച്ചം. എല്ലാ കാര്യങ്ങളും അറിയാലോ, വണ്ടി ഓടിക്കാറിയാലോ. ആ നേരെ പോയാൽ മതി അല്ലേ, വേറെ ഒന്നും ചെയ്യണ്ട. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ? ആ നീ പറഞ്ഞാൽ മതി കാര്യങ്ങളാണത്. ആദ്യം അപ്പൊ സൊമാറ്റോ ബ്ലോഗ് നമ്പർ 156 ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്താ ഡേറ്റ് എന്ന് പറഞ്ഞ എത്ര? ഡേറ്റ് 28. ഇപ്പൊ എന്താ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് 4 മണിക്കൂർ എപ്പോഴും പോലെ തന്നെ 6 to 10 മണി വരെ. ഇപ്പൊ 6:15 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കി 3.25 മണിക്കൂർ സമയമുണ്ട്. ഈ 3.25 മണിക്കൂർ നല്ലപോലെ ഓടിക്കഴിഞ്ഞാൽ 600 മുകളിൽ കിട്ടും. കാരണം ഞായറാഴ്ചയാണ്, ഞായറാഴ്ച നല്ല ഓഫറുള്ള സമയമാണ്. ഇന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് നിൽക്കാൻ സമയമില്ല. പോവാം, കമോൺ. ഇന്ന് നമ്മൾ സൊമാറ്റോ ബാഗ് കൊണ്ടുപോകണില്ല. ഇനി അതിന്റെ ആവശ്യമില്ല, ഫോട്ടോ ചോദിക്കണില്ല, ചോദിക്കുമ്പോൾ വെച്ചാൽ മതിയല്ലേ. അപ്പോൾ സൊമാറ്റോ ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഒന്ന് ബഞ്ചി റോപ്പ് വേണം, പിന്നെ ഒരു വലിയ ബിഗ് ഷോപ്പർ. കാരണം കേക്ക് പോലത്തെ ഓർഡർ കെട്ടിക്കഴിഞ്ഞാൽ, കേക്ക് പിസ്സ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. സമയം ആയിക്കൊണ്ടിരിക്കുന്നത്. This is bag. This is bag. This is glass. No. This is bag. Glass. No. Gloves. കുമ്മട്ടിക്ക ഗ്ലോസ്. അമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ഗ്ലോസ് അല്ലേ? ഇത് പാട്ടില്ലാത്തൊരു പാട്ട്. സോക്സ്. അമ്മയെ കാണിച്ചിട്ട് കുമ്മട്ടിക്ക സോക്സ്. ഓക്കേ. അമ്മ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കേ. വലിയ സ്നേഹം. ഇവളെന്റെ മോളല്ല, അമ്മയാണ്. അമ്മയില്ല, അമ്മച്ചിയാണ്. നല്ലതന്നെ. വിശക്കും പോണോ? കുമ്മട്ടിക്ക ജ്യൂസ്. കുമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. എന്ത് ഡാൻസ് ഇത്? ഈ പാൻറ് ഉണ്ടല്ലോ, ആദ്യം വാങ്ങിച്ചപ്പോ കറക്റ്റ് ഫിറ്റായിരുന്നു. ഇപ്പൊ ഒരു വലിഞ്ഞ പോലെ ഫീൽ ആയി. ഒരുമാതിരി വൃത്തിയിടായില്ലേ? അല്ലേ? കൊള്ളാമോ? വണ്ടി മാറിക്കൊണ്ട് ഞാൻ ജെൻസി പയ്യന്മാരെ പാഷനെ. അപ്പൊ ഓക്കെ, പോകുന്ന സമയക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഈ ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട് മൂവ് ആവുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കാൻ നോക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം, ലൈഫ് അടിച്ച് പൊളിക്കണം. സൗണ്ട് പോലെ പഴയ പോലെ ഫാം ആയില്ല. ഫാം പോയി. എന്ത് പറ്റി? അത്രേ ഉള്ളൂ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം. മുടി കുറേ വളർന്നുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കാൻ പാടാക്കണം, ടൈറ്റ് ആക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവരും ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ LAPG ഓക്കെ. ഇനി എന്തുണ്ട് രാത്രി പ്ലാൻ? എന്താണ്? പടം കാണണ്ടേ? നല്ല പടം ഉണ്ടെങ്കിൽ പറ കാണാം. അത്ര വെറുതെ സമയം കളയാൻ വയ്യ. നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ബാ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. ഐ എം ഗോയിങ് ടു റൈഡ്. യു ഗോയിങ് ടു മൈ ഹോമാ? ഇപ്പോൾ ഹോം നിൽക്കുകയല്ലേ? യു ആൾറെഡി ഇൻ ഹോം. യു ഹോം വെള്ളയാണി. യു ഗോ. വിച്ച് ടൈം? കണ്ണു ഓക്കെ ബൈ ഷൂട്ടി, ബൈ, സീ യു. ആ ഓക്കെ. ആ സമയം ഇന്ന് നിൽക്കാൻ സമയമില്ല. ഇത്ര നേരം കുറേ കോനടിച്ച് ഇനി മതി. ഓക്കെ ബൈ, പോവാ. വേറെ വിഷയമൊന്നുമില്ലല്ലോ? എല്ലാം അടുത്തല്ലോ അല്ലേ? ശരി ഓക്കെ ബൈ. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ പോകേണ്ട സ്ഥലം പൂജപ്പുര. എപ്പോഴും പോലെ തന്നെ അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. നമ്മളെ ബൈക്കിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ഭയങ്കര കുറവായി കേട്ടോ. ഫ്രണ്ട് ഓക്കെയാണ്, സാറിന് ബാക്കിൽ ഇത്തിരി കുറവാണ്. പക്ഷേ ഇത് ഭയങ്കര എന്ത് പറയാൻ, അതായത് 30% ബാക്ക് ബ്രേക്കും 70% ഫ്രണ്ട് ബ്രേക്കാണ് കണക്ക്. 30% നമ്മൾ കിട്ടില്ല, കിട്ടുന്നത് 10% കൂടി പോയി. എത്ര തന്നെ പിടിച്ച് നിൽക്കണം. നമുക്ക് സ്ലോ ആയിട്ട് പോകുമ്പോൾ നിൽക്കണ്ടേ? അതും നിൽക്കണില്ല, കൊണ്ട് കാണിക്കണം. തിങ്കളാഴ്ച ആവട്ടെ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ പൂജപ്പുര. ഓർഡർ അടിച്ച് നമുക്ക് ചോദിച്ചാൽ മണി ഇപ്പോൾ 6:38 ആയിട്ടുണ്ട്. 5 മിനിറ്റ് നിന്ന് നോക്കാം. നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേയിൽ. ലോങ് ഓർഡർ ആണ് കേട്ടോ, 9 കിലോമീറ്റർ ദൂരമുണ്ട്. സൂപ്പർ. ഇതൊക്കെയാണ് ഓർഡർ. അടിക്കണം, എങ്ങനെ അടിക്കണം അല്ലേ? ആദ്യം നമ്മൾ ബൈസൺ നേരെ വയർ നിറച്ച് ഫുഡ് കൊടുക്കണം. എവിടെയാണ് ഫുഡ് കൊടുക്കേണ്ട സ്ഥലം? ഇവിടെ തന്നെ. 150 രൂപയ്ക്ക് തികയില്ല ബൈസണ്. കാരണം നല്ല വിശപ്പുള്ള സമയമാണ്. പെട്രോൾ കുറച്ച് ഉണ്ടല്ലേ, കുഴപ്പമില്ല, മതിയാവും. അപ്പോൾ ഓക്കെ, 150. പാസ്വേഡ് കറക്റ്റാണ്, വിടൂല. ആ ഓക്കെ, അടച്ചിട്ടുണ്ടേ. ഓക്കെ ശരി എന്നാൽ. ജോലി തുടങ്ങിയോളൂ വൈകിട്ട് വ്ളോഗായിട്ട്. ഓക്കെ എന്നാൽ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ
ഈ പാട്ടാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ ഈ പാട്ടൊക്കെ ആയിട്ട് ജോലി ചെയ്യണത് പ്രത്യേക സുഖമാണ് അല്ലേ. പാട്ടെന്ന് പറയുന്ന സാധനം മനുഷ്യൻ്റെ ഒരു ഫ്യൂലാണ് അല്ലേ. അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ജോലിയില്ല, ചില ജോലി മാത്രം. ഇതുപോലെ ഡ്രൈവിങ്, റൈഡിങ്, മറ്റുള്ള ഇതുപോലെ ഫിസിക്കൽ ജോലിക്കെല്ലാം പാട്ട് ആവശ്യമാണ്. നമ്മളങ്ങനെ കുമാർ കഫേ കിള്ളിപ്പാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ട് ബൈക്ക് ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ചില സമയത്തൊക്കെ ഫുള്ളായിരിക്കും. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇല്ല, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കാം. കുമാർ കഫേയിൽ തിരക്ക് കൂടുതലാണ് ഞായറാഴ്ച സമയത്തൊക്കെ. 0742. ഓക്കെ, ഇടിയപ്പം, ചൂരക്കറി, അപ്പം, കോയിൻ പൊറോട്ട, പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിംസ് ഹോസ്പിറ്റൽ വെൺപാലവട്ടമാണ്. കുമാരപുരമാണ്. കുമാരപുരം കഴിഞ്ഞ് പോവാം, വെൺപാലവട്ടയും വഴി പോവാം. നമുക്ക് കുമാരപുരം വഴി പോവാം അല്ലേ. അതാകുമ്പോൾ 8.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 ആവാറായി. 1 മണിക്കൂർ വെറുതെ പോയി സുരേഷ്. 6 to 7 വരെ കുഴപ്പമില്ല വിട്. ബാക്കിയുള്ള 3 മണിക്കൂർ അടിച്ച് വിടാം. 7 ഓർഡർ മതി. 7 ഓർഡറിന് 184 ഇൻസെൻറ്റീവ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് 250 ഇൻസെൻറ്റീവ് ആക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ ടൈം ഓർഡറിനേക്കാൾ പാർട്ട് ടൈം ഓടുന്നത് കൊള്ളാം കേട്ടോ. ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടും. ഫുൾ ടൈം ഇൻസെൻറ്റീവ് കുറവാണ്. നമ്മൾ 8-10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് 300 കിട്ടും. അതായത് 4 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻസെൻറ്റീവ് 184 രൂപയാണ്. ഇപ്പോൾ ലാഭം ഏതാണ്? അങ്ങനെയൊന്നുമില്ല. ഓടുന്നവർക്ക് ഫുൾ ടൈം ഓടാം. ഞാൻ പിന്നെ വേറെ ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് പാർട്ട് ടൈം ആക്കി. ഇപ്പം പിന്നെ എനിക്ക് പൈസ ആവശ്യം പറഞ്ഞാൽ ഫുൾ ടൈം ഓടും. അത് വേറെ വിഷയം. അത്രേ ഉള്ളൂ. ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം തിരുവാതിര ഉത്സവം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ഇവിടെ ഉത്സവമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇഷ്ടംപോലെ കളിപ്പാട്ട കടകളുണ്ട്. പിന്നെ പാനിപൂരി ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ നല്ലപോലെ വൈബ് അടിക്കാം അല്ലേ. നല്ല ഡിവോഷണൽ വൈബ്. ശ്രീകണ്ഠേശ്വര ശശിധര. സ്റ്റേജ് പരിപാടി കൊണ്ടല്ലോ ഇന്ന് കാണണമെന്ന് കൊണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളെ ജോലി ഇപ്പോൾ കിടക്കല്ലേ, അതിലെ മെയിൻ. പക്ഷെ എൻ്റെ അമ്മോ, പേട്ട കംപ്ലീറ്റ് കട്ട ബ്ലോക്കാണല്ലോ സുധീഷേ. ഇതിപ്പോൾ എങ്ങനെ പോകും നമ്മൾ? ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇത്ര ബ്ലോക്കാണ്. സാറും വർക്കിംഗ് ഡേയ്സിലാണ് ഇത്ര ബ്ലോക്ക് ആവണത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ബ്ലോക്ക് തന്നെ. ഇപ്പോൾ ഇവിടെ നേരെ പോയി ബീച്ചില്ലേ, ശംഖുമുഖം ബീച്ച്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ടീമുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴി മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ വഴിയുണ്ട്. ഇനി യൂട്ടേൺ എടുക്കണ്ടേ? യൂട്ടേൺ എടുക്കാൻ അങ്ങോട്ടല്ലേ പോകണം. നമുക്ക് എന്തായാലും അതിൽ പോയാൽ മതി. അവിടെ റൈറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ കുമാരപുരം റൂട്ട് പിടിക്കാം. വേറെ വിഷയമില്ല. നമുക്കിനി പൊയ്ക്കൊണ്ടിരിക്കാം, വണ്ടി നിൽക്കാൻ പാടില്ലല്ലേ. ഓക്കെ, അത്ര ഉള്ളൂ. കഴിഞ്ഞ വ്ളോഗിലെ സോൺ എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കായിരുന്നു. ഇനി ഈ വ്ളോഗിലെ സോൺ ഏതെന്ന് അറിഞ്ഞൂടാ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയുള്ളൂ. ഇതെന്തോ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാച്ച് വർക്ക് അവിടെ ആയിട്ട് നോക്ക്. ഇവിടെ നോക്ക്, കംപ്ലീറ്റ് പാച്ച് വർക്ക് ഇട്ടായിരുന്നു. അത് കറക്റ്റ് ലെവലിൽ റോഡ് ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഇത് ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും വണ്ടി കിടന്ന് വൈബ്രേഷൻ ആവുകയാണ്. നമ്മളങ്ങനെ കിംസ് ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കേണ്ട ലൊക്കേഷൻ ഇവിടെ അല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. വാ, സൂപ്പർ അല്ലേ, വറേ വാ. വൈബ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വൈബ് ഇതാണ് അല്ലേ, ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇത് മാത്രം പോരാ സൂചിച്ചാൽ സെലിബ്രേഷൻ വേണം അല്ലേ. നല്ല പാട്ടും മേളവും പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചാലേ വൈബ് ആവുള്ളൂ. ഓക്കെ, സൂചി ലൊക്കേഷൻ എത്തി. കുറച്ച് ഫ്രണ്ടിലോട്ടായിപ്പോയി. 1 മിനിറ്റ് നോക്കട്ടെ. അയ്യോ, മൊബൈൽ ഹോൾഡർ ഇത് തിരുക്കി വച്ച്. ഇതിപ്പോൾ തിരുക്കി വയ്ക്കുമ്പോൾ 1 മണിക്കൂർ ആവുമല്ലോ. ഇതെന്ത് ജാക്കിയാ സ്റ്റെപ്നി ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി തിരിക്കുമ്പോൾ ആയിപ്പോയി. ഈ മൊബൈൽ ഹോൾഡറിൻ്റെ കുഴപ്പം ഇതാണ്. മറ്റാണെങ്കിൽ ഇത് എളുപ്പത്തിൽ വയ്ക്കാം. പക്ഷേ മറ്റേ സേഫ്റ്റി അല്ലല്ലോ. ഇതാകുമ്പോൾ കറക്റ്റ് ഫിറ്റ് നിൽക്കുക, ഇളകി വീഴില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളെ വ്ളോഗിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് വോയിസ് ചെയ്ത് പറയും. അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല. നമ്മളെ കമ്പനി നമ്മളെ ചില സമയത്ത് ചൂഷണം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ദേഷ്യത്തിൻ്റെ പറയും ചില കാര്യങ്ങളൊക്കെ. അത് നമ്മൾ പറയുന്നത് കമ്പനിയെ മാത്രമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടോ കസ്റ്റമറല്ലേ പറയുന്നത്. അതാരും വളച്ചൊടിച്ച് അങ്ങോട്ടാക്കി കളയൽ. ഒരു സംഭവം ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പ്രാഗം പോലെയൊക്കെയാണ്, അത് കസ്റ്റമറിനെ പറയുമ്പോഴേക്കാണെന്ന് പറഞ്ഞ്. കസ്റ്റമർ ഞാൻ ഒരിക്കലും പറയില്ല. കസ്റ്റമർ നമ്മളെ ദൈവമാണ്. കാരണം അവരൊക്കെ ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ച് പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മളെ സൊമാറ്റോ ആണ് പറയുന്നത്. ചില സമയത്ത് നല്ല ഇൻസെൻറ്റീവ് ഓഫറൊക്കെ തരും, ചില സമയത്ത് ആക്കിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞാലേ പറ്റും, അത്ര തന്നെ. അതുകൊണ്ട് ആരും വളച്ചൊടിച്ച് അങ്ങോട്ടാക്കി കളയിൽ, ദൈവമാക്കി കളയിൽ. ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പോവുള്ളൂ. അപ്പോൾ അത് കാണാൻ പറ്റുമെങ്കിൽ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയും, അത്ര തന്നെ. ഇവിടെ തന്നെ സൂചിച്ച ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കണത്. ഹോട്ടലാണ് വീടാണ് മനസ്സിലാവുള്ള. ഹോട്ടലിലെ പേര് കണ്ടില്ലല്ലോ. പേരത്തൂക്കനാല് പേര്, പട്ടത്തെ പൊറിക്ക 100 പേര്. ഇവിടെ റിസപ്ഷൻ ഒന്നുമില്ലേ? സൊമാറ്റോ ഫുഡാണേ. 103 ഫസ്റ്റ് ഫ്ലോറാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 103 രൂപ 80 പട്ടി നോക്കുന്നുണ്ട്, ഒട്ടിക്കൂല. നോട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ കടിക്കും പോലെ. ചില പട്ടികൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പേടിച്ച് ഓടാൻ നിൽക്കും, അത് ഓടിക്കളെ നമ്മൾ കണ്ട്. കോമഡി ആയിരിക്കും. ചിലത് നമ്മളിട്ട് ഓട്ടിക്കും, അത് വേറെ വിഷയം. അത് കടിക്കാനാണ് കുറയ്ക്കാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ 2 കൽപ്പിൽ നിൽക്കുക. ഒന്ന് ഓടാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടി നിൽക്കുക. ഏതായാലും നമ്മൾ റിസ്ക് പോലെ തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട ലൊക്കേഷൻ ലുലു മാളിലാണ്, പിസ്സ ഹട്ടിൽ. ഇവിടെ നിന്ന് കറക്റ്റ് 2.5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ബ്ലോക്കായിരിക്കും ഞായറാഴ്ചയിലെ അവിടെ നിന്ന്. അമ്മോ, പക്ഷെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് ബ്ലോക്ക് തുടങ്ങി. അവിടെ കയറാൻ പറ്റുമോ സുധീഷേ? നമുക്ക് ഈസിയായിട്ട് കയറാൻ ബൈക്ക് തന്നെ. പക്ഷേ ഈ കാറുകാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്കുള്ള ഗ്യാപ്പ് കുറയാണല്ലേ. അതൊക്കെ നമ്മളെ ബൈസൺ നോക്കിക്കോളൂ. അവൻ കയറും. നീ ഇറങ്ങണോടാ. നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ.
ഓക്കെ പിസ എടുത്ത് ബാഗിന് വെച്ചിട്ടുണ്ട്. ചെറിയ പിസ ഉണ്ട് കുഴപ്പമില്ല, വലിയ പിസയാണെങ്കിൽ പാടാണ് വയ്ക്കും. ഓക്കെ പയ്യെ ബാഗ് കുറച്ച് ലൂസാക്കി ഉദ്ദേശിച്ചേ, അല്ലെങ്കിൽ കിട്ടാൻ പാടാണ്. ബാഗ് മാക്സിമം ലൂസ് ചെയ്തേക്കണം ഈ സമയത്തൊക്കെ. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അടയ്ക്കാൻ പറ്റും. വേറെ വിഷയമൊന്നുമില്ല, നമ്മൾ ഇതിനുമ്പോൾ കുറേ കൊണ്ടുപോയിട്ടുണ്ട് പോലെയൊക്കെ. സത്യം പറഞ്ഞാൽ ബാഗാണ് ഈസി യൂസ് ചെയ്യണത്, പക്ഷേ നമുക്ക് ബാഗ് യൂസ് ചെയ്യുമ്പോൾ എന്തോ പോലെയാണ്. ഇതാകുമ്പോൾ ഫ്രീ ആയിട്ടൊരു പറഞ്ഞില്ലേ കോളേജിൽ പോയി ഒരു വർക്ക് ചെയ്യണ ഫീലേ ഉണ്ടാവില്ല, ചുമ്മാ കറങ്ങി നടക്കും പോലേക്ക്. ഓക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെ. മണി ഇപ്പോൾ കറക്റ്റ് 8:05 ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ അല്ലേ? 2 ഓർഡർ ആയുള്ളൂ. പക്ഷേ സുധീഷ് അപ്പോൾ 2 ഓർഡർ ആയുള്ളൂ, ബാക്കി 5 ഓർഡർ എടുക്കാണ്ടല്ലോ. എടുക്കാൻ പറ്റുമോ 2 മണിക്കൂറിൽ? പറ്റും, വലിയ വിഷയമൊന്നുമില്ല. ഇതൊക്കെ പോസ്റ്റ് ആയിരുന്നാൽ മതി. ഇപ്പോൾ ലുലു മാളിൽ ഇപ്പോൾ ലാറ്റായ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം, മാളിലേക്ക് ലിഫ്റ്റ് മാളിൽ കയറി പോകണം, കണ്ടുപിടിക്കണം റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 15 മിനിറ്റ് ആവും ഇങ്ങനെ പോയാലും. ഇവിടെ ലുലു മാളിൽ ഷോപ്പിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരുണ്ട്, പുള്ളിയുടെ പേര് ഹരിമോഹനാണ്. പുള്ളിയെ കാണാൻ പറ്റിയില്ല, ഞാൻ വിളിച്ചു ചോദിച്ചാൽ പുള്ളി പുറത്ത് പോയിരിക്കാണ് പറഞ്ഞത്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ, പക്ഷേ ഡിലേ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണിയാവും. നേരെ കസ്റ്റമർ സൊമാറ്റോ വിളിച്ച് പറയും, സൊമാറ്റോ എന്നെ വിളിക്കും, പിന്നെ ആ പടം ബ്ലാക്ക് മാർക്ക് ആവും. ബ്ലാക്ക് മാർക്ക് ആവില്ല, പെർഫോമൻസ് കുറയും. പെർഫോമൻസ് കുറഞ്ഞ് നമ്മളെ ഇൻസെൻറ്റീവ് എല്ലാം ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇറങ്ങിയത്. പഴയ പോലെ അല്ല ഇപ്പോൾ, സൊമാറ്റോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഇപ്പോൾ. ശരി കുഴപ്പമില്ല, അടുത്ത ഓർഡർ അടിക്കില്ല. അപ്പോൾ നമുക്ക് നേരത്തെ വിളിച്ചിട്ട് വരാം. പുള്ളി കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സബ്സ്ക്രൈബർ ആയിരുന്നു, ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായി നല്ല കോൺടാക്ട് ചെയ്ത് തുടങ്ങി. നല്ല പോലെ എന്തോ 1 വേ കയറി വന്നിട്ട് ചെറിയണം അങ്ങനെ. ഇത് 1 വേ ആണ് ബ്രോ, കയറി വരില്ലേ അങ്ങോട്ട്? വാവ് സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല, അത്ര ലൈറ്റിംഗ് ആയിരിക്കണം. നമുക്ക് എടുത്ത് ചിലവാക്കിയിരിക്കണം പൈസ എടുത്ത് കേട്ടോ. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ മാളൊക്കെ സെറ്റ് ചെയ്യായിരുന്നല്ലേ. പ്രതീക്ഷ കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല. ആദ്യം ഒരു വീട്, ഒരു കാറ് അല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആഗ്രഹത്തിന് അളവേ ഇല്ല, എത്ര വേണം ആഗ്രഹിക്കാം. ഈ ലോകം മൊത്തം നമ്മളെ കീഴിൽ വരണമെന്നൊരാഗ്രഹിക്കാം, ഒരു കുഴപ്പമില്ല. KGF സിനിമ ഉണ്ടോ? അത്രേ ഉള്ളൂ. വരുമ്പോഴും കട്ട ബ്ലോക്ക്, പോകുമ്പോഴും കട്ട ബ്ലോക്ക്. പക്ഷെ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? 2 ഓർഡർ ആകപ്പാടായുള്ളൂ. ഇതിപ്പോൾ ഡിലേ വന്നാൽ എനിക്ക് പണിയാവുമല്ലോ. എന്നെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ലുലു മാളിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴത്തെ മെഡൽ ഡയമണ്ട് ആണ്, ഇനി മിക്കവാറും സിൽവർ ആവും പഴയ പോലെ. സിൽവർ അല്ല, ബ്ലൂ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. പിന്നെ നമ്മൾ കറക്റ്റ് ഓർഡർ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ടൈമിങ്ങിന് ഫോളോ അപ്പ് ചെയ്തപ്പോൾ കൊണ്ട് മെഡൽ കയറി. പയ്യെ കയറി. ഓക്കെ അത്ര തന്നെ കയറാൻ. പക്ഷേ എൻ്റെ അമ്മ ഇത് ഒന്നും തീരുമല്ലോ അല്ലേ. ഓബൈ താമരയിൽ കുറേ വണ്ടികൾ പോകണം, അവിടെയും തിരക്കാണല്ലോ. ഇത് യാത് ജന്മത്തിൽ പോകാൻ പറ്റുമോ എന്തോ. കാർ സുരക്ഷ ബാക്കിൽ നിന്ന് കാർ വരുന്നത്. എന്ത് ഇത്രയും ബ്ലോക്ക് ഇരുന്ന്? വണ്ടി പോകണ ഇല്ല അങ്ങോട്ട്. അടുത്ത ഓർഡർ അടിച്ച് കൊടുക്കാനുള്ള സമയമായി. വണ്ടി അനങ്ങുള്ള 200 മീറ്റർ ദൂരത്തിന് 20 മിനിറ്റായി കിടക്കാൻ. നല്ലൊരു ദിവസമാണ്, ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നു. ഈ ഒരു ബ്ലോക്ക് കാരണം ഇന്നെല്ലാം പോകാൻ പോകണം. മൈ ഗോഡ്, ദൈവം ഉണ്ടായില്ലേ ദൈവമേ. ഈ ബ്ലോക്ക് ഒന്ന് മാറ്റിതാ പെട്ടെന്ന്. വണ്ടി കിടന്ന് വെറുതെ കത്തിപ്പോകും പെട്രോൾ. ക്ലച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനാവശ്യമില്ലാതെ കാലുകൊണ്ട് ഉരുട്ടി പോകാം. ന്യൂട്രലാക്കിയോട്ട് വണ്ടി ഓഫ് ചെയ്തേക്കാം. എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ പോണേ ഉരുട്ടി പോയപ്പോഴേ. അയ്യോ പിസയൊക്കെ സമയത്തിന് എത്തിക്കണം. നല്ലെന്നുണ്ടെങ്കിൽ ഇത് തിന്നാൻ കൊള്ളൂല. ഇതിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അല്ല, കസ്റ്റമറെല്ലാം പറയാൻ തോന്നി. എൻ്റെ അമ്മോ എങ്ങനെയൊക്കെ ഫ്രണ്ട് എത്തി. ഒരു വലിയ പോരാട്ടം തന്നെ സത്യം പറയാമല്ലോ. കേട്ടോ ബ്ലോക്ക് കിട്ടും, എല്ലാം ലുലുമാളിൽ പോകണം കേട്ടോ. ഉള്ള വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട്. പോലീസ് എണ്ണ ഒന്ന് കയറ്റി വിടണ, ഒരുപാട് സമയമായി. മിക്കവാറും നമ്മളേക്കുന്ന പിസേ ബിസ്ക്കറ്റ് ആയി കാണും കേട്ടോ. ഓക്കെ കറിപ്പ് കേട്ടോ. അവിടെയും ബ്ലോക്കാ. ഇത് എല്ലാം കൊണ്ട് കയറി വെച്ചേക്കാനെ ഇപ്പുറത്ത് കയറ്റിക്കൊണ്ട്. പിന്നെ ബ്ലോക്ക് ആവാതെ നമ്മളങ്ങനെ ലൊക്കേഷൻ തരായിട്ടുണ്ട്. ഇവിടുത്തെ കാരണം 300 മീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെയാണ് കരിക്കാൻ പോകില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ. അത് ബൈക്ക് സൂപ്പർ ആയിക്കണം, ഹിമാലയയുടെ. പക്ഷേ എൻ്റെ അമ്മ സൈസ് കണ്ടോ അതിൻ്റെ. ഇതുപോലത്തെ ബൈക്ക് വാങ്ങി പോകണം സുധീഷേ, ലോങ് പോകുമ്പോൾ അല്ലേ. സുഖമായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ, പോണതേ അറിയില്ല. ബൈസാണ്, നിന്നെ കുറ്റം പറഞ്ഞല്ല, എന്നാലും ലോങ് റൈഡിനൊക്കെ അതുപോലത്തെ വണ്ടിയല്ലേ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിക്കോളും. സിറ്റി റൈഡ് ബൈസൺ തന്നെ അല്ലേ, നല്ല മൈലേജ്. മറ്റൊക്കെ ചിലവല്ലേ, മാക്കാൻ പാടാണ്. നമ്പർ 136. നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ, ലാറ്റായിപ്പോയി. ശരി ഓക്കെ എന്നാൽ ഓക്കെ, താങ്ക് യു. ടിപ്പുണ്ട് 50 രൂപ. ഓക്കെ, നല്ല കസ്റ്റമറൊന്നും പറഞ്ഞില്ല. ഓർഡർ ഡെലിവർഡ്, ഫുൾ മാർക്ക് കൊടുക്കും. നല്ല കസ്റ്റമറായുണ്ട്. ഓക്കെ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 91 രൂപ 83 പൈസയാണ്. അങ്ങനെ വണ്ടി ബാക്കഡ് അടുത്ത് ഓർഡർ അടിക്കുന്നത്. എൻ്റെ അങ്ങോട്ട് ലുലുമാളായിരിക്കും, പടിയായിരിക്കണം ലുലുമാളിനെ. ഇപ്പോൾ എന്ത് ചെയ്യാൻ, എടുക്കണോ സുധീഷേ ഈ ഓർഡർ? ഭയങ്കര ബ്ലോക്ക് ആയിരിക്കണം, എടുത്ത നഷ്ടമാണിത്. നമുക്കിവിടെ നിൽക്കണം, സേഫല്ല, എസ്കേപ്പ് ആയല്ലോ സുധീഷേ. ക്യാൻസലേ, എനിക്ക് പോയി അങ്ങോട്ട് പോകാൻ. കണ്ടാ ഇങ്ങനെ കാണിക്കുകയാണ്, ലോസ് ഓഫ് ഇൻസെൻറ്റീവ്, ഇമ്പാക്റ്റ് ഓഫ് മെഡൽസ്. ക്യാൻസൽ കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കില്ല. എങ്ങനെ പോകാൻ പറ്റും അങ്ങോട്ട്? സമയം പോയിക്കൊണ്ടിരിക്കില്ല. എൻ്റെ ഡനി കൂടെ വേറെ നോക്കാനൊന്നുമില്ല. ഓഫ്ലൈനിൽ പോകാം കുറച്ചകത്തേക്ക്. നമുക്ക് ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാമല്ലോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ. ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഈ സോണിൽ എസ്കേപ്പായി വേറെ സോണിൽ പോകാം. ഈഞ്ചക്ക് ലക്ഷ്യത്തിൽ പോകാം. അവിടെ മാൾ ഓഫ് ട്രാവൻകൂർ കൊണ്ട് അവിടെ വലിയ ബ്ലോക്ക് കാണുമെന്ന് തോന്നുന്നില്ല. ഇവിടത്തെ ബ്ലോക്ക് കാണില്ല അവിടെ അവിടെ അല്ലേ. ഓക്കെ, നമ്മൾ ഈഞ്ചക്കിൽ എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺലൈനാക്കാം. ഇവിടെയും ബ്ലോക്കാ. അയ്യയ്യയ്യയ്യാ, ഇതിപ്പോൾ എന്തോന്നത്, ഞായറാഴ്ച ഇറങ്ങാൻ പറ്റുന്ന ദിവസമായല്ലോ. ഇത്തിരി കഷ്ടമായി എന്നത്തെ പറയാമല്ലോ. വെറുപ്പീരിൻ്റെ വെറുപ്പീര്, ലോക വെറുപ്പീര്. ഇപ്പോൾ ഓണാക്കേണ്ട സുധിച്ചാ,
ഓർഡർ അടിക്കാൻ പറയാൻ പറ്റില്ല. എത്ര സമയം ബാക്കിയുണ്ട്? ഇനി 7 മിനിറ്റ് ഉണ്ട് ഓൺലൈൻ ആവാൻ വേണ്ടിയിട്ട്. സൊമാറ്റോ കൊള്ളാം, നല്ല 5000 നോക്കി അടിച്ചു തന്നിരിക്കണം. ആ നിയമമോ പേയാട് മലയെങ്കിട് തന്നൂടെ? ജോലിക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഞായറാഴ്ച അല്ലേ, നല്ല ഓഫർ എന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. കട്ട ബ്ലോക്ക്, കട്ട അടിക്ക് നടന്നു. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 2 ഓർഡറാണ് കേട്ടോ. തക്വ റെസ്റ്റോറൻറ്റ് ആക്സെപ്റ്റ്. അപ്പോൾ ഇനി ബാക്കി 3 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് അടിച്ചോളൂ. മണി ഇപ്പോൾ എത്രയായി സുധീഷേ? മണി 8:40. സമയം കുറവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇറങ്ങിക്കളയില്ല ഞായറാഴ്ച ഒന്നും. ദയവ് ചെയ്ത് വീട്ടിലിരിക്കണം നല്ലത്. നല്ലൊരു സിനിമയും കണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിച്ചാൽ അത് തന്നെ വലിയൊരു സന്തോഷം. ഇതുപോലെ ഇറങ്ങി കഷ്ടപ്പെടുന്ന ആവശ്യമില്ല നടന്ന്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ തക്വ റെസ്റ്റോറൻറ്റ് റെഡി ആയിട്ടുണ്ട്. 1295 ഷവായ് ആൻഡ് കുബൂസ് തേന പെക്കിട്. ഓക്കെ, അടുത്ത ഓർഡർ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയി. 0084 എവിടെ അതാ അടക്കണം. ഷവർമ ചിക്കൻ റോൾ. അപ്പോൾ 2 ഓർഡറും പിക്കിട്. ഓക്കെ, പോന്ന കമോൺ ക്വിക്ക്. എവിടെ ക്വിക്ക് മാത്രം പറഞ്ഞ് കാര്യമില്ല, വണ്ടി പോകണ്ട സ്പീഡിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ പറയുന്നത് മാർക്കറ്റ് റോഡ് പേട്ട. ഇവിടുന്ന് കറക്റ്റ് 2 പോയിന്റ് അല്ലല്ലോ, 2.3 പോയിന്റാ, മറന്നു ഇത്രയും ആവട്ടെ. ഓക്കെ, അത്ര കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. ഓക്കെ, ടൈം ഒരുപാട് പോയി, അതാണ് വിഷമാക്കണേ. ശരി, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിന് പറഞ്ഞ് കാര്യമില്ല. ഇനി പ്രസന്റ് ഈ നിലവിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കുക. നിലവിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ പോയി വീട്ടിൽ പോകണ്ടേ, അത്ര തന്നെ. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, അപ്പോൾ നമ്മൾ വിട്ടേക്കണം. ടെൻഷൻ അടിക്കാൻ പാടില്ല. അത് എന്താണ് സംഭവിച്ചിട്ട് പോകട്ടെ. അത്ര നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഗിൽറ്റി ഫീൽ വരാനും പാടില്ല. അതാണ് ഇതിൽ മെയിൻ പഠിക്കേണ്ടത്. ഇതാണ് ഭഗത് സിംഗ് റോഡ്. ഇവിടെ കംപ്ലീറ്റ് റോഡ് പണി നടക്കുകയാണ്. റോഡ് പണിയില്ല സുരേഷ്, ഇതിൻ്റെ വാട്ടർ അതോറിറ്റി വർക്കാണ്. വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല. പൊടി കംപ്ലീറ്റ് മുക്കി കയറുമ്പോഴേ പല പ്രശ്നം ഉണ്ടാവുകയാണ്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി സുരേഷേ. ഇവിടെ എവിടെയാണ് പറഞ്ഞത്? ഇത് തന്നെ ഇവിടെ ഓർഡർ ചെയ്യാം. സൊമാറ്റോ. ഓക്കെ, ഷവർമ അല്ലേ? ഓക്കെ, ശരി. യൂട്യൂബറാണ്. KLTN സുധീഷ്. ആ, നോക്കിയാൽ അത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൊമാറ്റോ കസ്റ്റമർ മിക്കവാറും KLTN LPG ആവും കേട്ടോ. അവിടെ ആവട്ടെ അല്ലേ? ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്തിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഓർഡർ ഡെലിവേർഡ് ഫുൾ മാർക്ക് കൊടുക്കാം. കാരണം എന്താ പറയുക, നമ്മൾ LPG ഗ്യാങ് ആവാൻ പോവില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത പോയിട്ട് ആനേറാൻ. പൊലിയൊറുമത് പൊടിയടിക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ സിറ്റുവേഷനിൽ. കുഴപ്പമില്ല, ഹെൽമെറ്റ് ഗ്ലാസ് അടച്ചിട്ടുണ്ട്, എന്നാലും പൊടി കയറും കേട്ടോ. ഈ അടിഭാഗത്ത് വഴി കയറും. ഈ അലർജിയും തലവേദനയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ പണി കിട്ടും. ഒരു 10 പ്രാവശ്യം കൊണ്ട് പോയാൽ മതി, അഡ്മിറ്റ് ആവും. ആ ലെവലാണ്. ആ വലിയ പൊടിയില്ല, വെള്ളം തളിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ആ ഒരു നനവിൻ്റെ ആ ഇത് ഈർപ്പത്തിൽ പൊടി അടിക്കില്ല. രാത്രിയാണ്ട് കുഴപ്പമില്ല, പകലൊക്കെ വെള്ളം പെട്ടെന്ന് വേപ്പറാവും, പിന്നെയും പഴയ പോലെ പൊടി അടിക്കും. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഓഹോ, എവിടെ പോയാലും നമുക്കിന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ ആൾക്കാർ വരില്ല. ഇവിടെയാണ് കാണിക്കുന്നത്. ഹൗസ് നമ്പർ 86. അത് 86 അത് ആദ്യം 86 സൊമാറ്റോ ആണേ. ഓക്കെ, 1295. ഓക്കെ, ശരി. ഓക്കെ, 2 ഓർഡർ ഐശ്വര്യമായിട്ട് ഡെലിവറി ആയിട്ടുണ്ട്. ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 2 ഓർഡറും ചേർത്ത് 64 രൂപ 63 പൈസയാണ്. ഓക്കെ, പത്തിക്കട സ്ഥലം ആനേരായതുകൊണ്ട് വെൺപാലവട്ടം ഏരിയയും വരും. അപ്പോൾ ലുലുമ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? ദിശ വാവച്ചോട് ചുമ്മാ അരി. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിക്കുമ്പോഴത്തെ പ്രൊമോഷൻ പറഞ്ഞേക്കാം. 2 മിനിറ്റ് ഇപ്പം പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റ് സൂപ്പറായിട്ട് ചെയ്ത് തരും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മതി, മെസ്സേജ് അയച്ചാൽ മതി, വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങിയ പാക്കേജ് നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുണ്ട്, മെറ്റർണിറ്റി പ്ലാൻ കൊടുക്കുന്നുണ്ട്. പുതിയ കപ്പിൾസ്, കല്യാണം കഴിഞ്ഞ പുതിയ കപ്പിൾസിനാണ് നല്ലപോലെ യൂസ് ആകും. നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ നേരത്ത് ആ ഒരു സ്കീം നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്യാഷ് ബാക്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട്. അടുത്ത ഓർഡർ അടിച്ചിട്ടാ ബർഗർ കിങ്. ഇതെവിടെ? ഇത് ട്രാവൻകൂർ ലുലു മാളാ? അല്ല, മാൾ ഓഫ് ട്രാവൻകൂർ. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് കയറണം. ഇനി പാലങ്കറിയിലേ പോകേണ്ടത്. ശരി, ഇതുവഴി കയറി ഇങ്ങനെ പോകണോ? ശരി, അക്സെപ്റ്റ് ചെയ്യാം. വെട്ടുകാടാ, ചുമ്മാ കറങ്ങിയതാ. ഓക്കെ, ഹായ് ബൈ. എവിടെ താമസിക്കുന്നത്? നമ്മളവിടെ അടുത്ത് തന്നെ. ഓക്കെ, ഫുൾ ബ്ലോക്ക് ഇന്ന്, ഒരു രക്ഷയില്ല. ഇപ്പം കുറച്ച് കുറഞ്ഞു, കുഴപ്പമില്ല. നേരത്തെ വരാതെ ഭാഗ്യം. ഞാൻ ഓർഡർ എടുക്കാൻ പോണത്. ഓർഡർ കുഴപ്പമില്ല, എല്ലാ ഓർഡർ ഉണ്ട്. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളാണ്, സബ്സ്ക്രൈബറാണ്. നമുക്ക് എവിടെ പോയാലും ആൾക്കാരാണല്ലേ. എന്താ, നമ്മൾ ഒറ്റയ്ക്കല്ല സിറ്റിക്കകത്ത്, കൂടെ ആൾക്കാരുണ്ട് അവിടെ ആയിട്ടൊക്കെ. ചിലരൊന്നും മിണ്ടും, ചിലർ ദൂരെ നിന്ന് കണ്ടു പോകും. അത്ര തന്നെ. ഇപ്പം കുറച്ച് ബ്ലോക്ക് കുറഞ്ഞു കേട്ടാ, നേരത്തെ അത്ര ഇല്ല. ഈ ഓട്ടോയുടെ ബാക്ക് എഴുതിക്കണം കേട്ടാ, തട്ടല്ലേ മൊത്തം ലോണാണെന്ന്. നമുക്ക് ലോണാണെന്ന വണ്ടി. പൈസ ഒന്ന് പറത്തി വിട്, സമയം കൊണ്ടിരിക്കുന്നു. പാ, ഇപ്പം 5 ഓർഡറിന് ഇൻസെൻറ്റീവ് ഉണ്ട്, വിഷയമില്ല. പക്ഷേ 7 ഓർഡറിന് ഇൻസെൻറ്റീവ് കൂടുതലല്ലേ, അതെടുക്കണ്ടേ? അതിന് പറ്റുമോ നോക്ക്. മണി ഇപ്പോൾ 9:30 മണിയായി. കറക്റ്റായിരിക്കും ഈ ഓർഡർ കഴിയുമ്പോൾ. കുഴപ്പമില്ല, 5 ഓർഡർ മതി, നേരെ വീട്ടിൽ പോകും. അത് കഴിയും. ബന്ധാച്ച് മാൾ ഓഫ് ട്രാൻകൂർ. ഇന്ന് 2 മോള് കാണിച്ചു നമ്മൾ. 2 മോളാ. ചില ആൾക്കാർ മോളെന്ന് പറയും, ചില ആൾക്കാർ മാളെന്ന് പറയും. നമ്മൾ മാളെന്ന് പറഞ്ഞാൽ മതി അല്ലേ? മാൾ ഓഫ് ട്രാൻകൂർ. അത് സൂപ്പർ വൈബ് അല്ലേ? ഓക്കെ, നമുക്ക് ബാക്ക് സൈഡാണ് പോകേണ്ടത്. ഇതുവഴി നേരെ കയറി കറങ്ങി ഒരു യൂട്ടേൺ എടുത്ത് വരണം. വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാൻ? അവിടെ വയ്ക്കാം, ഒതുങ്ങിയിരിക്കട്ടെ പാടിൽ. ഓക്കെ, ബൈസൺ റെസ്റ്റ് എടുത്തോ, ഞാൻ പോടി പോയിട്ട് പോരാം. ഇതേ പോയി ദാവം. അപ്പോൾ നമ്മൾ അനീഷ് പുറയാണ്, നമ്മളെ വീഡിയോ കാണുന്ന ആൾ സ്ഥിരമായിട്ടല്ലേ? കാണുന്നുണ്ടോ? കാണൂല്ലേ, ചുമ്മാ പറയില്ലേ? ഓക്കെ, അവിടെ ഗോൾ താമസിക്കില്ലേ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഇപ്പം കുഴപ്പമില്ല. ഇപ്പോൾ LPG പറ.
പട്ടൊക്കെ നിൽക്കണം അത്ര ഉള്ളോ. ഓക്കെ ശരി എന്നാ. ഓക്കെ അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിള്ളിപ്പാലം കരമന. ഇവിടെ നിന്ന് കറക്റ്റ് 6.4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നേരെ കിള്ളിപ്പാലത്ത് പോകേണ്ട ആവശ്യമുണ്ട്. വൈഫിൻ്റെ അമ്മയുടെ വീട് വരെ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് അരി സാധനം വാങ്ങാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് എന്തായാലും നേരെ വീട്ടിൽ പോകും. ഓക്കെ. പണം കാസപ്പെട്ട് പുലിക്കൂട പുല്ലത്തിന്നു കളികാലമായി പോച്ച് കൺമണിയേ കൺമണി അടങ്കാத கால பொண்ணு அடி மாட்ட போகுதடி கண்மணி கண்மணி. ഈ പാട്ട് കേൾക്കുമ്പോഴേ സെന്റിമെന്റ് ആയിപ്പോയി നമ്മളെല്ലാം ഒരുപാട്. ഞാൻ ചുമ്മാ കരഞ്ഞേ ഉള്ളൂ, കരഞ്ഞൊന്നുമില്ല, ചുമ്മാ ആക്ടിങ്. അയ്യോ ഇതെന്തിങ്ങനെ ആയത്? ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആണല്ലേ. ദാറ്റ് ഇസ് എ മെക്കാനിസം ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഫിസിക്സ്. ചുമ്മാ അടിച്ചു വിടുക, ആർക്ക് മനസ്സിലാതൊക്കെ. ഓക്കെ, ഇവിടെ നിന്ന് കറക്റ്റ് 270 മീറ്റർ ദൂരമേ ഉള്ളൂ എത്താറായ ലൊക്കേഷൻ. ഊരെ തെരിഞ്ഞിക്കിട്ട ഉലകം പുറിഞ്ചിക്കിട്ട കൺമണിയേ കൺമണി. വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. പട്ടി പോയാ ഇല്ലേടേ? പോയില്ലേ? പോയി തോല പെട്ടെന്ന്. എനിക്ക് നിന്നെ പേടി, നിനക്ക് എന്നെ പേടി. ഇതെന്ത് കറങ്ങി ഇവിടെ നിൽക്കണത്? ഓ കയ്യിൽ ഫുഡ് ഇരിക്കുകയല്ലേ. ഓട് കാര്യം ഒന്നും പോലും. വാണി മെസ്സേജ് അയച്ചിരിക്കുന്നു, പൊറോട്ട വേണോ? അശ്വം അല്ലേ? ഒരു പറ്റേ പെപ്സി ഉണ്ട്. ഓക്കെ, എല്ലാം അകത്ത് കാണും. ചിക്കനെല്ലാം കാണും, പെപ്സി മാത്രം സെപ്പറേറ്റ് ആണ്. ഓർഡർ മറ്റേ 10 പീസാ പറഞ്ഞത്. എല്ലാം വെച്ച് കാണും മിക്കവാറും. നമ്പർ തീനല്ലോ അല്ലേ? ഓർഡർ നമ്പർ 2058 ആണ്. അതെ, ഓർഡർ നമ്പർ തീന. അപ്പോൾ എല്ലാം അകത്ത് കാണും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ഇൻഫോം ചെയ്താൽ മതി. പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. ഓക്കെ ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 69 രൂപ 23 പൈസയാണ്. ഇൻസെൻറ്റീവ് ഇല്ലേ? അതൊന്നും ഏർപ്പാട്. 4 ഓർഡർ ആയുള്ളൂ. ഒരു വിഷമമുള്ള കാര്യമുണ്ട്, നമ്മൾ ഇൻസെൻറ്റീവ് അടിച്ചില്ല കേട്ടോ. സംഭവം എന്ന് പറയുമ്പോൾ 7 to 10 കണക്ക്. അതിനകത്ത് 5 ഓർഡർ എടുക്കണം, അല്ലാതെ 6 to 10 അല്ല. നമ്മളെടുത്ത ഓർഡർ എന്ന് പറയുന്നത് 6 to 7 PM വരെ ഒരു ഓർഡർ, 7 PM to 10 PM വരെ 4 ഓർഡർ. അവിടെ 5 ഓർഡർ എടുത്താൽ ഇൻസെൻറ്റീവ് ഉള്ളൂ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയായിരുന്നു. ഞാൻ 7 to 10 കണക്ക് നോക്കിയില്ല, ഞാൻ ഫുൾ കണക്ക് നോക്കി അതിന് 5 ഓർഡർ ആയല്ലോ എന്ന് പറഞ്ഞിരുന്ന്. ഇപ്പോൾ നോക്കിയപ്പോൾ ഓഫ്ലൈനിൽ ആവുകയും ചെയ്ത്. ഇപ്പോൾ അടുത്ത ഓർഡർ അടിക്കാനും പറ്റൂല, അതുമല്ലാതെ ഇനി ബുക്ക് ചെയ്യാനും പറ്റില്ല. കിക്കൊന്നും എല്ലാം സമയം കഴിഞ്ഞ്. ഇപ്പം കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് 275 രൂപ. ഇത്ര നേരം കഷ്ടപ്പെട്ട് ഓടിയതിന് വെറും നഷ്ടം. ഇതിപ്പോൾ ആരെ മിസ്റ്റേക്ക് എന്ന് പറയാം. ഇതിൻ്റെ മിസ്റ്റേക്ക് മെയിനായിട്ട് ട്രാഫിക് ബ്ലോക്ക്. നല്ല ബ്ലോക്ക് കാരണം ഒരുപാട് സമയം വേസ്റ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എപ്പോഴേ ഓർഡർ എടുത്ത് എപ്പോഴേ വീട്ടിൽ പോകാമായിരുന്നു. ഓക്കെ, നമ്മളതിന് പുത്തൻകോട്ട് എത്തിയിട്ടുണ്ട് വൈഫിൻ്റെ വീട്ടിൽ. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ റേഷൻ കടയിൽ വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ അവൻ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. ഇത് വയ്ക്കാം. അതെ, ഇത് കളയാത്ത ഇതിനെ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാ? അന്ന് ഞായറാഴ്ച പോകണ്ടല്ലേ? അവിടെ വെച്ച് മൈൻഡ് ചെയ്യല്ലേ കടയിൽ വെച്ചിട്ട് നമ്മളെ കണ്ടപ്പോൾ? ഞാൻ കൈ കാണിക്കണമെന്ന് നടന്നു പോലെ പറഞ്ഞല്ലോ. അവിടെ നിൽക്കുന്നു സ്റ്റാച്ചു പോലെ. ജോലിക്കാരെ ഭയങ്കര ഇതാണല്ലേ, ജോലി മാത്രം മതി. അവിടെ വഴക്കുറയില്ല അങ്ങനെ. ശരി, കടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരും നിൽക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കുഴപ്പമില്ല. ആഹാരം കഴിച്ചില്ലാരും? ശരി അതെ, പോട്ടെ, സമയമായിപ്പോൾ പോയിട്ടാ. ശരി എന്നാ. പറയാം. ഓക്കെ എന്നാ, ശരി. ഓക്കെ, അപ്പോൾ പോകാന്നാ. കട അടച്ച അവിടുത്തെ. ശരി, കുഴപ്പമില്ല, പൂച്ചപ്പുര കാണില്ല, അവിടെ പോയി വാങ്ങിക്കാം. നമുക്ക് ഈ സാധനം വാങ്ങിയുള്ളത് പാല്, മുട്ട, എണ്ണ, അത്ര വേറെ ഒന്നുമില്ല. പൊറോട്ട വാങ്ങാൻ പറഞ്ഞ് പിന്നെ ഡിലീറ്റ് ചെയ്ത് മെസ്സേജ് വേണ്ടായിരിക്കും. കമാൺ ക്വിക്ക്. പാലുണ്ടാ? നീല കവറ് പച്ചയുള്ളോ? 3 പാല്. 3 പാല്, പിന്നെ മുട്ട, തേങ്ങ ഉണ്ടല്ലോ, ഒരു തേങ്ങ, ഒരു 5 മുട്ട, പിന്നെ മുളക് പൊടി ഒരു പാക്കറ്റ്. എത്ര? 3 പാല്, മുട്ട എടുത്താ? 5 മുട്ട. ഹായ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇന്ത്യ ബ്ലോഗാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇംഗ്ലീഷ് ബ്ലോഗ് അല്ലേ? ഫിഷ് ഫ്രൈ ആൻഡ് ഓംലെറ്റ്. കൂട്ടുകറി ഇംഗ്ലീഷ് എന്താ? ഫ്രണ്ട്ഷിപ്പ് കറി ആൻഡ് പിക്കിൾസ്. ഓക്കേ, നമ്മൾ കഴിക്കാൻ പോണ ഇംഗ്ലീഷ് എന്താണ്? പറ. ഇംഗ്ലീഷ് അറിയാലോ. നമ്മൾ we will eat food. അല്ല, വേറെ കഴിക്കാൻ പോകുന്നു ഇംഗ്ലീഷിൽ. I eat my food. അങ്ങനല്ലേ പറയല്ലേ? Mix the curry with the ചോറ്, with rice. ചോറല്ല. Take the small piece of fish fry and the center point put. Please stop the sound of gun. Yeah. Move. Boy. I vlog my vlog. Okay. I vlog. You eating your. Okay. The big round shaped. Take the rice. Wow. Yummy. Super. Awesome. And the omelette. Wow. The dinner is awesome. Cannot talk the. Me say fish fry. Cup. പറയാൻ വാക്കില്ല ഇംഗ്ലീഷ് എന്ന് പറയാം. Cannot speak a word. Fish fry mouth cup. അവിടെ നോക്കി പറ. Mouth cup. എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് വാക്ക്. എന്താ പറഞ്ഞേ? One piece fish fry mouth cup. എന്താ പറഞ്ഞേ? Mouth cup. നിനക്ക് വേണോന്നാ? ഫിഷ് ഫ്രൈ പോ.
Fry. You like fish fry? Yes. ദാ പിടിച്ചോ. അയ്യേ. പിടിക്കാൻ പോലെ ഉണ്ടോ? നാളെ കുറിച്ച് ഓക്കെ ഓക്കെ 2 പീസ് ഓഫ് ഫിഷ് ഫ്രൈ 2 മൗത്ത് പുട്ട് ഇതൊക്കെയുള്ളൂ. കറക്റ്റ് ആലോചിച്ചാൽ കറക്റ്റ് ഇംഗ്ലീഷ് പറയാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ വായിക്കാത്തൊക്കെ വരുള്ളൂ. ഓക്കെ, ഇതൊരു കോമഡി ഇത്ര തന്നെ. ഇനി നിങ്ങൾ ഇത് ഇംഗ്ലീഷ് ആയിട്ട് കഴിഞ്ഞാൽ ഉള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് മറന്നു പോകും, അതുകൊണ്ട് മതി നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയല്ലോ. ഇന്നത്തെ റൈഡ് ഭയങ്കര നഷ്ടം, വൻ നഷ്ടം. ഇൻസെന്റീവ് അടിച്ചില്ല. സത്യം പറഞ്ഞ് ഇനി ഇറങ്ങൂല ഞായറാഴ്ച ഈ കണക്കിനാണെങ്കിൽ. ശരി, ഓക്കെ. അപ്പം എന്തിയാ അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും കുറച്ച് സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആവുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കാൻ നോക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. LAPG.